ഹായ്, എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ജനറൽ PSC ചാനലിലേക്ക് സ്വാഗതം. ഞാൻ സഞ്ജയ്. നമ്മുടെ ഒരുപാട് എക്സാമുകൾ ഈ ഇടയ്ക്ക് കഴിയുകയുണ്ടായി. നമ്മുടെ LDC ആണെങ്കിലും LGS ആണെങ്കിലും അതിനുശേഷം വന്ന 10th പ്രിലിംസ് അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് OA, ലബോറട്ടറി അസിസ്റ്റന്റ് തുടങ്ങിയ എക്സാമുകൾ അല്ലേ, അതേപോലെ ASM അസിസ്റ്റന്റ് സെയിൽസ്മാൻ തുടങ്ങിയ എക്സാമുകളെല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ ഒരു PSC ഉദ്യോഗാർത്ഥി ഇനി ഏറെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന പ്രധാനപ്പെട്ട എക്സാമുകൾ ഏതൊക്കെയാണ് എന്ന് ചോദിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും VFA അല്ലെങ്കിൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, അതേപോലെ ബിവക്കോ LD അല്ലേ, അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു LGS എക്സാം എന്ന് പറയുന്നത് കമ്പനി ബോർഡ് LGS എന്ന് പറയുന്ന എക്സാമാണ്. ഈ കമ്പനി ബോർഡ് LGSന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ കമ്പനി ബോർഡ് LGS ആർക്കും എഴുതാൻ സാധിക്കും. ഡിഗ്രി യോഗ്യതയുള്ള ഒരു ഉദ്യോഗാർത്ഥിക്കും എഴുതാൻ സാധിക്കുന്ന ഒരു LGS ലെവൽ എക്സാം ആണ് കമ്പനി ബോർഡ് LGS എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കമ്പാരിറ്റീവ്ലി കമ്പനി ബോർഡ് LGSന്റെ കോമ്പറ്റീഷൻ കുറച്ച് എന്താണ്, ഹൈ ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഈ കമ്പനി ബോർഡ് LGSുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ആ എക്സാമുമായിട്ട് എക്സാമിന് നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് ആ എക്സാമിനെ കുറിച്ച് അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യം തന്നെ എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് ഈ കമ്പനി ബോർഡ് LGSന്റെ സാലറി സ്കെയിൽ എത്രയാണ്, പേ ഓഫ് സ്കെയിൽ എത്രയാണെന്ന് പലരും ചോദിക്കാറുണ്ട്. ആക്ച്വലി അത് ഓരോ ഡിപ്പാർട്ട്മെന്റിനനുസരിച്ച് മാറ്റം വരും. ഏത് ബോർഡിന്റെ കീഴിലാണോ അല്ലെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെന്റിലാണോ നമ്മൾ പോകുന്നത്, നമുക്ക് അഡ്വൈസ് കിട്ടുന്നത്, ആ ഓരോ ഡിപ്പാർട്ട്മെന്റിനനുസരിച്ച് ഈ സ്കെയിൽ ഓഫ് പേയിൽ മാറ്റം വരും. എങ്കിലും പൊതുവായിട്ടുള്ള സ്കെയിൽ ഓഫ് ബേസിക് സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 23,000 രൂപയാണ്. 23,000 രൂപയാണ് എന്തെന്ന് പറയുന്നത് ബേസിക് പേ ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത് അല്ലേ. പിന്നീട് എന്ത് ചെയ്യുക, ഈ പറഞ്ഞ ഡെയിലി അലവൻസും അതേപോലെ ഡിഡക്ഷനും എല്ലാം കഴിഞ്ഞ് നമ്മുടെ ഓൺ ഹാൻഡിൽ ഏകദേശം 22,000 രൂപ, 22,000 സംതിങ് രൂപ നമ്മുടെ കയ്യിൽ ലഭിക്കും. 22,045 രൂപയോളം നമ്മുടെ കയ്യിൽ ലഭിക്കും. ഇതെന്ത് ചെയ്യാം, ഓരോ ഡിപ്പാർട്ട്മെന്റുകൾ അനുസരിച്ച് വേരി ചെയ്യാം അല്ലെ. നമ്മൾ ഏത് ബോർഡിന്റെ കീഴിലാണോ ഏത് ഡിപ്പാർട്ട്മെന്റിലാണോ നമ്മൾ കയറുന്നത് അതിനനുസരിച്ച് ഈ സ്കെയിൽ ഓഫ് പേയിൽ എന്ത് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചേഞ്ചുകൾ വരാം. ഇനി നോക്കുവാണെങ്കിൽ ഏറ്റവും കഴിഞ്ഞ പ്രാവശ്യത്തെ നോട്ടിഫിക്കേഷൻ, ഏറ്റവും അവസാന നോട്ടിഫിക്കേഷൻ വന്നത് 2021 609/2021 പറയുന്ന കാറ്റഗറി നമ്പറിലാണ് ഏറ്റവും അവസാനം നോട്ടിഫിക്കേഷൻ വന്നത് അല്ലെ. കണ്ടോ, ഇവിടെ സ്കെയിൽ ഓഫ് അവർ എടുത്ത് പറയുന്നുണ്ട്. സ്കെയിൽ ഓഫ് പേ ആസ് പെർ പ്രിസ്ക്രൈബ്ഡ് സ്കെയിൽ ഓഫ് പേ ആസ് പെർ പ്രിസ്ക്രൈബ്ഡ് ഫോർ പോസ്റ്റ് ദ കമ്പനി ബോർഡ് കോർപ്പറേഷൻ ഓർ ബോർഡ് കൺസേൺ അല്ലെ. ഓരോ ബോർഡിനനുസരിച്ച് എന്ത് ചെയ്യാം, മാറ്റം വരാമെന്നാണ് പറയുന്നത്. ഇവിടെ വേക്കൻസി ആന്റിസിപ്പേറ്റഡ് ആണ്. അതേപോലെ തന്നെ നെയിം ഓഫ് ദ പോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ഗ്രേഡ് സർവന്റ് ആണ് അല്ലെ, ലാസ്റ്റ് ഗ്രേഡ് സർവന്റ് ആണ്. മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് അപ്പോയിന്റ്മെന്റ് ആണ്. അതേപോലെ ഏജ് ലിമിറ്റ് ആണ് ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് 18 മുതൽ ഏകദേശം 36 വയസ്സ് വരെ ഉള്ളവർക്ക്, 18 മുതൽ 36 വയസ്സ് വരെ ഉള്ളവർക്ക് ജനറൽ കാറ്റഗറി അപ്ലൈ ചെയ്യാം. അതേപോലെ OBCക്കും SC STക്കും അവരുടേതായിട്ടുള്ള വയസ്സിളവുകളും ലഭിക്കുന്നതാണ്. ജനറൽ കാറ്റഗറിയെ സംബന്ധിച്ച് 18 മുതൽ 36 വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നീട് ഇതിന്റെ ക്വാളിഫിക്കേഷൻ ഓൾറെഡി പറഞ്ഞു. ഡിഗ്രി യോഗ്യതയുള്ള ഒരു ഉദ്യോഗാർത്ഥിക്കും എന്ത് ചെയ്യാം, ഇത് അപ്ലൈ ചെയ്യാം അല്ലെ. ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് എഴുതാൻ സാധിക്കുന്ന ഒരു LGS എക്സാം തന്നെയാണ് കമ്പനി ബോർഡ് LGS എന്ന് പറയുന്നത്. ആക്ച്വലി ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്, 7ാം ക്ലാസ് പാസ്സാണ്. 7ാം ക്ലാസ് പാസ്സായിട്ടുള്ള ഏതൊരു ഉദ്യോഗാർത്ഥിക്കും ഇത് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് ഈ LGS എക്സാമിന്റെ ക്വാളിഫിക്കേഷൻ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അപ്പൊ ഇതിന്റെ നോട്ടിഫിക്കേഷൻ ഇനിയും വന്നിട്ടില്ല. വരുമ്പോൾ ഇതേ ക്വാളിഫിക്കേഷൻ തന്നെയായിരിക്കും. ഇനി ഇതിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല, ഇതേ ക്വാളിഫിക്കേഷൻ തന്നെയായിരിക്കും എന്തെന്ന് പറയുന്നത് എക്സാം നടക്കാനായിട്ട് പോകുന്നത്. ഇപ്പൊ ഏറ്റവും കഴിഞ്ഞ ഇതിൽ നമ്മൾ നേരത്തെ കണ്ട നോട്ടിഫിക്കേഷൻ പ്രകാരം അതിന്റെ എക്സാം ഓൾറെഡി റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു. ആ റാങ്ക് ലിസ്റ്റ് പ്രകാരം എത്ര പേർക്ക് അഡ്വൈസ് ലഭിച്ചു എന്ന് നോക്കുകയും കണ്ടോ. ടോട്ടൽ അഡ്വൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 2,338 പേര്, 2,338 പേർക്ക് ആ ലിസ്റ്റിൽ നിന്ന്, ഏകദേശം 2,338 പേർക്ക് ആ ലിസ്റ്റിൽ നിന്ന് ഇതുവരെ എന്ത് ലഭിച്ചിട്ടുണ്ട്, അഡ്വൈസ് ലഭിച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനം അഡ്വൈസ് ലഭിച്ചത് എന്താണ്, 18/8/2025 ഏറ്റവും അവസാനം അഡ്വൈസ് ലഭിച്ചത്. എങ്ങനെ പോയാലും ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു ന്യൂസ് വരെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ, കമ്പനി ബോർഡ് LGSലേക്ക് കൂടുതൽ നിയമന സാധ്യത അല്ലെങ്കിൽ കൂടുതൽ വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞ് ഓൾറെഡി ഒരു ന്യൂസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എങ്ങനെ പോയാലും ഈ ലിസ്റ്റിന്റെ കാലാവധി തീരുന്നതിന് മുമ്പ് ഏകദേശം 2,500 അല്ലെങ്കിൽ 3,000 ഇടയിലായിട്ട് നിയമനം നടക്കും അല്ലെങ്കിൽ അഡ്വൈസ് നടക്കുന്ന ഒരു എക്സാം ആണ്.
അപ്പോൾ നോക്കിക്കൊള്ളുക, ഏകദേശം 2000-ഓളം ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിക്കുന്ന ഒരു പോസ്റ്റ് കൂടിയാണ് അതെന്ന് പറയുന്നത് ഈ കമ്പനി ബോർഡ് LGS എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിന് കോമ്പറ്റീഷൻ വളരെ ഹൈ ആണ്. അത്യാവശ്യം നല്ല കോമ്പറ്റീഷൻ ഉള്ള എക്സാം കൂടിയാണ് അതെന്ന് പറയുന്നത് ഈ കമ്പനി ബോർഡ് LGS. അതുകൊണ്ട് തന്നെ ആ LGS, കമ്പനി ബോർഡ് LGS പോലൊരു എക്സാം ക്രാക്ക് ചെയ്യണമെങ്കിൽ മുന്നേ ഉള്ള ഒരു പ്രിപ്പറേഷൻ നിങ്ങൾക്ക് ആവശ്യമാണ്. കൃത്യമായിട്ടൊരു പ്രിപ്പറേഷൻ ആവശ്യമാണ്. അതിന്റെ സിലബസ് നോക്കുകയാണെങ്കിൽ കണ്ടോ, ആക്ച്വലി പൊതുവിജ്ഞാനം എന്ന് പറയുന്നത് ജനറൽ നോളജിൽ ഏകദേശം 40 മാർക്ക് GK സെക്ഷൻ വരുന്നുണ്ട്. കറണ്ട് അഫേഴ്സ് 20 മാർക്ക് എടുത്ത് കറണ്ട് അഫേഴ്സ് വരുന്നുണ്ട്. കറണ്ട് അഫേഴ്സ് 20 മാർക്കിന് നമുക്കിവിടെ കറണ്ട് അഫേഴ്സ് ഉണ്ട് കണ്ടോ. അതേപോലെ സയൻസ് എന്ന് പറയുമ്പോൾ സയൻസും പൊതുജനാരോഗ്യം, സയൻസ് 10 മാർക്ക്, പൊതുജനാരോഗ്യം 10 മാർക്ക്, ടോട്ടൽ 20 മാർക്ക് സയൻസിന്റെ ഏരിയയിൽ നിന്ന് അല്ലേ, ടോട്ടൽ 20 മാർക്ക് സയൻസിന്റെ ഏരിയയിൽ നിന്ന്. പിന്നെ മാത്സ് അതേപോലെ മെന്റൽ എബിലിറ്റി, മാനസിക ശേഷി അല്ലെ മെന്റൽ എബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് 20 മാർക്ക്, ടോട്ടൽ 100 മാർക്ക് അല്ലെ. അപ്പൊ നോക്കിക്കോളുക, ഇതാണ് അതിന്റെ സിലബസ് എന്ന് പറയുന്നത് ഇല്ലേ. എന്താ കംപ്ലീറ്റ് നോക്കിക്കോളുക, GK 40 മാർക്ക് വരുന്നുണ്ട്. അത്യാവശ്യം പഠിച്ച് തീർക്കാൻ സാധിക്കുന്ന ഒരു സിലബസ് ആണ്. ഏകദേശം ഒരു 3-4 മാസത്തോളം ഒന്ന് മെനക്കെട്ടിരുന്ന് കഴിഞ്ഞാൽ തീർക്കാൻ പറ്റുന്ന സിലബസേ ഉള്ളൂ. പിന്നീട് എന്ത് ചെയ്യണം, പ്രോപ്പർ ആയിട്ടുള്ള റിവിഷൻ വേണം. നമ്മൾ പഠിക്കുന്നതോറും പഠിക്കുന്ന കാര്യങ്ങൾ മറന്നു പോകും. അപ്പൊ അത്തരത്തിൽ പ്രോപ്പർ ആയിട്ടുള്ള റിവിഷനോട് കൂടി കൃത്യമായിട്ടൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് പഠിക്കുവാണെങ്കിൽ എക്സാമിന് മുന്നോടിയായിട്ട് നിങ്ങൾക്ക് ഒരു 1-2 പ്രാവശ്യമെങ്കിലും എന്ത് ചെയ്യാം, സിലബസ് നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാം. അതേപോലെ തന്നെ മോഡൽ എക്സാമുകൾ അറ്റൻഡ് ചെയ്യാം. എങ്കിൽ മാത്രമേ ഈ ഒരു എക്സാമിന്റെ റാങ്ക് ലിസ്റ്റിൽ കയറി പറ്റാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെ. അത്യാവശ്യം നല്ല നിയമനം നടക്കുന്ന ഒരു വേക്കൻസി കൂടിയാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ കമ്പനി ബോർഡ് LGS എന്ന് പറയുന്നത്. അങ്ങനെ പോലെ നമ്മുടെ LGS പോലെ അല്ലെങ്കിൽ നമ്മുടെ LDC പോലെ അല്ലെ, മറ്റേ LDC എക്സാമുകൾ പോലെ വളരെ വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് ഒന്നും അല്ല. സാധാരണ LGS സിലബസ് കണ്ടോ, പൊതുജനാരോഗ്യവും ആനുകാലികം, കറണ്ട് അഫേഴ്സും സയൻസും അതേപോലെ മാത്സും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ബേസിക് ആയിട്ടുള്ള LGS ലെവലിൽ നടക്കുന്ന ഒരു എക്സാം ആണ്. കൃത്യമായിട്ട് പഠിക്കുവാണെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ വരാൻ പോകുന്ന കമ്പനി ബോർഡ് LGS എന്ന് പറയുന്ന എക്സാമിന്റെ റാങ്ക് ലിസ്റ്റിന്റെ മുൻപന്തിയിൽ തന്നെ എത്താനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം, ഈ കമ്പനി ബോർഡ് LGS പോലുള്ള എക്സാം ക്രാക്ക് ചെയ്യണമെങ്കിൽ അവിടെ കൃത്യമായിട്ട് ഓരോ ദിവസവും കൃത്യമായിട്ട് പഠനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് അല്ലെ, പഠിക്കേണ്ടതുണ്ട്. കൃത്യമായിട്ട് ഇതിനു വേണ്ടി ഇരുന്ന് പഠിക്കണം അല്ലെ. ഈ മാറ്റം വന്ന SCRTs ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. നമ്മുടെ ഈ അക്കാദമിക് ഇയർ 2 അക്കാദമിക് ഇയറിലായിട്ട് 5 മുതൽ 10 വരെയുള്ള SCRT കംപ്ലീറ്റ് മാറിയിട്ടുണ്ട്. അപ്പൊ ആ പുതിയ SCRTs നമ്മൾ പഠിക്കേണ്ടതുണ്ട് അല്ലെ. സിലബസ് പ്രോപ്പർ ആയിട്ട് നോക്കണം. മാത്സ് ആണെങ്കിൽ ചെയ്ത് നോക്കണം അല്ലെ. കറണ്ട് അഫേഴ്സ് ഡെയിലി നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. ഈ കാര്യങ്ങളെല്ലാം പ്രോപ്പർ ആയിട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ സഹായിക്കാനാണ് ഞങ്ങളുടെ ഏറ്റവും പുതിയൊരു ബാച്ച്, കമ്പനി ബോർഡ് LGSന്റെ മാത്രം ഏറ്റവും പുതിയൊരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അല്ലെ. ലിമിറ്റഡ് സീറ്റ് ആണ്. ഏറ്റവും പുതിയൊരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഡെയിലി ടൈം ടേബിളുകൾ, വീക്കിലി എക്സാമുകൾ, വീക്കിലി ലൈവ് സെക്ഷനുകൾ അല്ലെ, മോഡൽ എക്സാമുകൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കറണ്ട് അഫേഴ്സിന് വേണ്ടി പ്രത്യേകം ഡെയിലി കറണ്ട് അഫേഴ്സുകളെല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഏറ്റവും പുതിയ കമ്പനി ബോർഡ് LGSന്റെ ബാച്ചിൽ ജോയിൻ ചെയ്യാനും അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനുമായിട്ട് എന്ത് ചെയ്യുക, താഴെ കാണുന്ന നമ്പർ നിങ്ങളെ കണക്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.